വാർത്തകൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് വീണ്ടും മരണമുണ്ടായിരിക്കുന്നു. കാസർഗോഡ് കുഴിമന്തി കഴിച്ച് ചികിത്സയിലായിരുന്ന പെൺകുട്ടി മരിച്ചു. തലക്ല സ്വദേശി അഞ്ജുശ്രീ ആണ് ഓൺലൈൻ വഴി വാങ്ങിക്കഴിച്ച ആഹാരത്തിൽ ഭക്ഷ്യവിഷബാധയേറ്റത്. മംഗളൂരുവിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. സംസ്ഥാനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് 6 ദിവസത്തിനിടെ 2 മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിശദാംശങ്ങളുമായി വൃന്ദ ചേരുന്നു. വൃന്ദ, ഇത് രണ്ടാമത്തെ മരണമാണ്. കൂടുതൽ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും മരണം സംഭവിക്കുന്നു. എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചത്? കാസർഗോഡ് കുഴിമന്തി കഴിച്ചതിന് പിന്നാലെയാണ് പെൺകുട്ടി മരിച്ചത്. കാസർഗോഡ് തലക്ലായിലെ അഞ്ജുശ്രീ പാർവതിയാണ്, 19 വയസ്സുള്ള വിദ്യാർത്ഥിയാണ് മരിച്ചത്. ഓൺലൈനായി, അതായത് ഡിസംബർ 31-ാം തീയതി ഇവർ ഓൺലൈനായി ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങിയിരുന്നു. ഓൺലൈനായി ഭക്ഷണം വാങ്ങി കഴിക്കുകയും തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് ഇവരെ കാസർഗോഡ് തന്നെ ഒരു ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അവിടെ നിന്നും ദേഹാസ്വാസ്ഥ്യം അതിൽ മാറ്റമില്ലാതെ വരികയും തുടർന്ന് മംഗളൂരുവിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റുകയുമായിരുന്നു. നിലവിൽ ഇന്ന് രാവിലെയാണ് ഇവരുടെ മരണം സ്ഥിരീകരിച്ചത്. നിലവിൽ ഭക്ഷ്യവിഷബാധയാണ് മരണത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിലവിൽ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ നേരത്തെ ചികിത്സയിലായിരുന്ന ആശുപത്രി അധികൃതർ പറഞ്ഞത് ഭക്ഷ്യവിഷബാധയാകാം മരണകാരണം എന്ന് തന്നെയാണ്. നിലവിൽ ഈ ഒരു സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഈ ഒരു സംഭവത്തെ തുടർന്ന് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ മാധ്യമങ്ങളോട് ഇവർ പ്രതികരിക്കുകയുമുണ്ടായി. ഈ ഒരു വിഷയം, ഭക്ഷ്യവിഷബാധയെ തുടർന്ന് പെൺകുട്ടി മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടാകും. വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തെ സർക്കാർ കൈകാര്യം ചെയ്യുന്നത്. മായം ചേർക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ക്രിമിനൽ വകുപ്പ് പ്രകാരം ക്രിമിനൽ കുറ്റമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഫുഡ് സേഫ്റ്റി കമ്മീഷണറോട് അടിയന്തരമായ റിപ്പോർട്ട് തേടിയത്. അതേപോലെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട DMOയോട് എന്താണ് സംഭവിച്ചത്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു മരണം ഉണ്ടാകുന്നത്, എവിടുന്നാണ് ചികിത്സ, ഫുഡ് പോയ്സൺ ഉണ്ടാകാനുള്ള കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 4 വർഷത്തിനിടെ വലിയ ഇരട്ടിയിലാണ് ഈ ഒരു വർഷത്തിൽ ഈ ഒരു മാസങ്ങളിൽ പരിശോധനകൾ ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ പരിശോധനകളിലെല്ലാം തന്നെ നിരവധി ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ വസ്തുക്കൾ കണ്ടെടുക്കുകയുണ്ടായി. അതേപോലെ തന്നെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ നിരവധി ഹോട്ടലുകളും അടച്ചുപൂട്ടിയിട്ടുണ്ട്. ലൈസൻസ് റദ്ദാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹോട്ടലിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിലവിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ആ ഒരു ഹോട്ടലിൽ പരിശോധന പുരോഗമിക്കുകയാണ്. ഭക്ഷ്യ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കും. ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹോട്ടലുകളിലെല്ലാം തന്നെ ലൈസൻസുകൾ ഉടനടി തന്നെ റദ്ദാക്കും. മായം കലർത്തിയതും അതേപോലെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ 14 ദിവസത്തിനകം തന്നെ ഇത്തരത്തിൽ ഹോട്ടലുകളിലെ ലൈസൻസ് റദ്ദാക്കാനുള്ള നിയമ നടപടികൾ പൂർത്തീകരിക്കും എന്നാണ് ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നിലവിൽ ഈ ഒരു പെൺകുട്ടി ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ബന്ധുക്കൾ അടക്കമുള്ളവർക്ക് അന്ന് 31-ാം തീയതി ഭക്ഷണം കഴിച്ച മറ്റു ബന്ധുക്കൾക്കടക്കം ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു. നിലവിൽ വലിയ രീതിയിൽ നില വഷളായത് അഞ്ജുശ്രീ, ഈ ഒരു വിദ്യാർത്ഥിക്ക് മാത്രമാണ്, അഞ്ജുശ്രീ പാർവതിക്കാണ്. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. വീട്ടിലെ മറ്റു ബന്ധുക്കൾക്കും ഇതേ തുടർന്ന് ഛർദി പോലുള്ള അസുഖങ്ങൾ കണ്ടിരുന്നു. പക്ഷേ ഇത് കാര്യമായ രീതിയിൽ ഇവരെ ബാധിക്കാത്തതുകൊണ്ട് തന്നെ ചികിത്സ തേടി ഇവർ പോയിരുന്നില്ല. അഞ്ജുശ്രീ പാർവതിയുടെ നിലയാണ് കുറച്ച് ഗുരുതരമായത്. ഇതിനെ തുടർന്ന് ചികിത്സയിൽ ഇരിക്കെയാണ് ഇവർ മരിക്കുന്നത്. ആരോഗ്യസ്ഥിതി വളരെ മോശമായ രീതിയിൽ തുടരുന്നതിനിടെ തന്നെയാണ് ആദ്യം കാസർകോട്ടെ ഒരു ആശുപത്രിയിലേക്ക് മാറ്റുകയും പിന്നീട് അവിടെ നിന്ന് സ്ഥിതി വളരെ മോശമായ രീതിയിലേക്ക് മാറുകയും ചെയ്തതിനെ തുടർന്ന് ഇവരെ മറ്റൊരു ആശുപത്രിയിലേക്ക്, മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയുമാണ് ഉണ്ടായത്. കൂടാതെ തന്നെ ഈ ഒരു മാസത്തിനിടെ തന്നെ ഈ ഒരു
മാസം തുടക്കത്തിൽ തന്നെ 2 മരണമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോട്ടയത്ത് നിന്നും ഒരു നഴ്സിനെ നേരത്തെ തന്നെ ഭക്ഷ്യവിഷബാധയേറ്റ് മരണത്തെ തുടർന്ന് വലിയ രീതിയിൽ സംസ്ഥാനത്ത് വ്യാപകമായ പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് സംസ്ഥാനത്ത് വ്യാപകമായി അന്വേഷണങ്ങളും പരിശോധനകളും എല്ലാം നടന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിരവധി ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണങ്ങളും അതേപോലെ തന്നെ നിരവധി വൃത്തിഹീനമായ സാഹചര്യത്തിൽ നിരവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഫിജി.